ഹായ് ഫ്രണ്ട്സ്, ഹോട്ട് ടോപ്പിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞൊരു ടോപ്പിക് എടുത്തത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ, സ്പൈസസ് ആയിക്കോട്ടെ, റബ്ബർ ബോർഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏത്തവാഴ, പിന്നെ അടയ്ക്ക, കുരുമുളക്, ഇതിൻ്റെയൊക്കെ ഗവേഷണ കേന്ദ്രങ്ങൾ. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഗവേഷണ കേന്ദ്രങ്ങളുടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരെ പറ്റി പഠിക്കാം. കുറച്ച് ജലദോഷം, തുമ്മൽ, അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കുറച്ച്. അപ്പോൾ അതിൻ്റെ രീതിയിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപകർ ഒരുവിധം എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തേൽ നമുക്ക് കുറച്ചൊരു 8 സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സ്ഥാപകർ, വർഷങ്ങൾ, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ പ്രസ്ഥാനങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കുറച്ച് എനർജി കുറവുണ്ട്, വയ്യാത്തതുകൊണ്ടാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ആദ്യത്തേത് ബ്രഹ്മസമാജം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു PYQ ആണ്. ബ്രഹ്മസമാജം സ്ഥാപകൻ രാജാറാം മോഹൻ റായ്. അപ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. അദ്ദേഹം എപ്പോഴാണ് ഇത് സ്ഥാപിച്ചത്? 1828 ഓഗസ്റ്റ് 20-ന് 1828 1828 ആ ഒരു, അതായത് 1828 ഓക്കെ, ഓഗസ്റ്റ് 20-നാണ് സ്ഥാപിച്ചത്. ആര്? രാജാറാം മോഹൻ റായ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏകദൈവാരാധന പ്രചരിപ്പിക്കുക, വിഗ്രഹാരാധനയെ എതിർക്കുക, സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തലാക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഏകദൈവാരാധന പ്രചരിപ്പിക്കൽ, വിഗ്രഹാരാധന എതിർക്കുക, സതി, ശൈശവ വിവാഹം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ എതിർത്തുകൊണ്ട് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? അല്ലെങ്കിൽ രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യകാല നാമം ബ്രഹ്മസഭ. അത് ആ പേരുമായി കണക്ട് ചെയ്യുക. ബ്രഹ്മസമാജം, ബ്രഹ്മസഭ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റീകളക്ട് ചെയ്യാം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. 1828 1828 ഓഗസ്റ്റ് 20-ന്. ഏകദൈവാരാധനയെ പ്രചരിപ്പിക്കുക, വിഗ്രഹാരാധനയെ എതിർക്കുക, സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തലാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല നാമം ബ്രഹ്മസഭ എന്നതായിരുന്നു. 1828 സ്ഥാപിതമായ ബ്രഹ്മസമാജം 1866 എന്ത് ചെയ്തു? പിളർന്നു. അങ്ങനെ എത്ര ടൈപ്പായി? 2 ടൈപ്പായി. ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും എന്നീ 2 ബ്രഹ്മസമാജങ്ങൾ രൂപീകരിച്ചു. ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജം ആര് സ്ഥാപിച്ചു? ദേവേന്ദ്രനാഥ ടാഗോർ. ആദിയിലൊരു ദായുണ്ട്, ആദി ദേവേന്ദ്രൻ. ആദി ദേവേന്ദ്രൻ ബ്രഹ്മസമാജം ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്രസൻ. ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്രസൻ. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര്? PYQ ആണ്. അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. അപ്പോൾ കേരളത്തിൽ ആരാണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ? അയ്യത്താൻ ഗോപാലൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ് 1828 ഓഗസ്റ്റ് 20-ന് സ്ഥാപിച്ചു. ലക്ഷ്യങ്ങൾ: ഏകദൈവം പ്രചരിപ്പിക്കുക, വിഗ്രഹാരാധന എതിർക്കുക, സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ എതിർക്കുക. ആദ്യകാല നാമം ബ്രഹ്മസഭ എന്നുള്ളതായിരുന്നു. 1866 ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം എന്നീ 2 പേരുകളിലായിട്ട് ഡിവൈഡ് ചെയ്തു. ആദിയുടെ നേതൃത്വം ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിൻ്റെത് കേശവചന്ദ്രസെനുമാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് പ്രവർത്തനം നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ അയ്യത്താൻ ഗോപാലൻ. അടുത്തത് അലിഗഡ് പ്രസ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലിഗഡ് പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. കുറച്ചും കൂടി കണക്ട് ചെയ്യാനായിട്ട് ഇതൊരു മുസ്ലിം നെയിമായിട്ട് തന്നെ കണക്ട് ചെയ്യുക. അലി, അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ ആ ഒരു പേരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. എപ്പോൾ സ്ഥാപിച്ചു? 1875 1875 അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്?
ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക. നോക്കൂ, അലിഗഡ് പ്രസ്ഥാനം അഹമ്മദ് ഖാൻ, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ആർക്കായിരിക്കും ഫോക്കസ് ചെയ്യണം? മുസ്ലിങ്ങൾക്കായിരിക്കും. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എയിം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന സ്ഥാപനം മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആയിരുന്നു. ഇത് 1920 അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. അപ്പോൾ നോക്കുക, അലിഗഡ് സർവകലാശാല മുസ്ലിം സർവകലാശാല എപ്പോഴാണ്? 1920. ഈ അലിഗഡ് പ്രസ്ഥാനം തുടങ്ങിയത് 1875. ആര് തുടങ്ങി? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ലക്ഷ്യം എന്താ? മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം. ആദ്യത്തെ പേര് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് 1920 അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. അടുത്തത് തത്വബോധിനി സഭ. ദേവേന്ദ്രനാഥ ടാഗോർ. നമ്മൾ നേരത്തെ ദേവേന്ദ്രനാഥ ടാഗോർ എന്നുള്ള പേര് പഠിച്ചു. എവിടെയാണ്? 1866 പിളർന്ന ബ്രഹ്മസമാജത്തിലെ ആദ്യ ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം കൊടുത്ത വ്യക്തിയും ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇത് തത്വബോധിനി സഭ ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോറാണ്. എപ്പോൾ സ്ഥാപിച്ചു? 1839. നോക്കൂ, അലിഗഡ് പ്രസ്ഥാനം എപ്പോൾ സ്ഥാപിച്ചു? 1875. ബ്രഹ്മസമാജോ 1828. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തോർത്ത് പോകാം. തത്വബോധിനി 1839. ലക്ഷ്യം എന്താണ്? രാജാറാം മോഹൻ റായിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. തത്വബോധിനി പത്രികയാണ് അവരുടെ പ്രസിദ്ധീകരണം. ഇനി 1859 തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റായി ആണെന്ന്. ഇതിൽ ഇവരുടെ ലക്ഷ്യം എന്താണ്? രാജാറാം മോഹൻ റായിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് ബ്രഹ്മസമാജത്തിൽ ലയിക്കുമെന്ന്. അപ്പോൾ 1859 ബ്രഹ്മസമാജത്തിൽ തത്വബോധിനി സഭ ലയിച്ചു. പത്രിക തത്വബോധിനി പത്രിക എന്നുള്ളതാണ് ഇവരുടെ പ്രസിദ്ധീകരണം. സ്ഥാപിതമായത് 1839. അലിഗഡ് 1875. ബ്രഹ്മസമാജം 1828 ഓഗസ്റ്റ് 20. രാമകൃഷ്ണ മിഷൻ ആര് സ്ഥാപിച്ചു? സ്വാമി വിവേകാനന്ദൻ. എപ്പോൾ സ്ഥാപിച്ചു? 1897. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. ആസ്ഥാനം ബേലൂർ മഠം കൽക്കട്ടയിലാണ്. ആപ്തവാക്യം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് തൻ്റെ മോക്ഷത്തിനും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി. പ്രചോദനം സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം സ്വാമി വിവേകാനന്ദ് സ്ഥാപിച്ചത് രാമകൃഷ്ണ മിഷൻ. അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേന്ത്യയിലെ സന്യാസി എന്നറിയപ്പെടുന്നു. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ബേലൂർ മഠം കൽക്കട്ടയിലാണ്. ആപ്തവാക്യം എന്താണ്? ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. മോക്ഷത്തിനും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ്. അപ്പോൾ ഇത്രയുമാണ് രാമകൃഷ്ണ മിഷൻ്റെ ഡീറ്റെയിൽസ്. 1897 വിവേകാനന്ദൻ. ബ്രഹ്മസമാജം, അലിഗഡ്, രാമകൃഷ്ണ മിഷൻ, തത്വബോധിനി. അതിനടുത്ത് നമുക്ക് ആര്യസമാജം എന്താണെന്ന് നോക്കാം. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. സ്ഥാപിതമായത് 1875 ബോംബെയിലാണ്. 1875. അപ്പോൾ ഈ 1875 സ്ഥാപിതമായ മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചു. അലിഗഡ് പ്രസ്ഥാനം ആരായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ 1875 അലിഗഡും ഉണ്ട്, ആര്യസമാജവും ഉണ്ട്. ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ബോംബെയിലാണ് ആര്യസമാജം സ്ഥാപിതമായത്. ആപ്തവാക്യം ഇമ്പോർട്ടൻ്റ് ആണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ആപ്തവാക്യം ആരുടേതാണ്? വേദം. ഓർക്കുക, വേദം ദായുണ്ട്, ദയാനന്ദ സരസ്വതി ദായുണ്ട്. അപ്പോൾ വേദങ്ങളിലേക്ക് മടങ്ങുക, ദയാനന്ദ സരസ്വതി. വേദം ദയാനന്ദ സരസ്വതി.
മുദ്രാവാക്യം ഇന്ത്യക്കാർക്ക് എന്നുള്ള മുദ്രാവാക്യം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. പ്രധാന കൃതി സത്യാർത്ഥ പ്രകാശം ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. അപ്പോൾ നോക്കുക, ദയാനന്ദ സരസ്വതിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുവിധ എല്ലാ പോയിന്റ്സും PYQs ആണ്. ദയാനന്ദ സരസ്വതിയുടേതാണ് ആര്യസമാജം. അദ്ദേഹം 1875 ബോംബെയിലാണ് ഇത് ആരംഭിച്ചത്. വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യക്കാർക്ക്, സത്യാർത്ഥ പ്രകാശം, ഇതെല്ലാം ദയാനന്ദ സരസ്വതിയുമായി റിലേറ്റ് ചെയ്ത് വരുന്നു. ശുദ്ധി പ്രസ്ഥാനം അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെതാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ആത്മറാം പാണ്ഡുരംഗ്. നമ്മൾ പറയും നന്നായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിലോട്ട് ഇറങ്ങിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞൊരു നമ്മൾ ആ രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കുമല്ലോ. നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലായതിന് നല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും. അപ്പോൾ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗ്. സ്ഥാപിതമായത് 1867 പ്രധാന നേതാക്കൾ മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ MG റാനഡെ എന്ന് പറയും. RG ഭണ്ഡാർക്കർ ആണ്. ലക്ഷ്യം ജാതി വ്യവസ്ഥയുടെ നിർമ്മാർജ്ജനം, സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനം, വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് 1867 MG റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ, RG ഭണ്ഡാർക്കർ എന്നിവരാണ് നേതാക്കൾ. ജാതി വ്യവസ്ഥയുടെ നിർമ്മാർജ്ജനം, സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനം, വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് പ്രാർത്ഥനാ സമാജം. സത്യശോധക് സമാജ് സ്ഥാപകൻ ജ്യോതിറാവ് ഫുലെ 1873 പൂനെ. ലക്ഷ്യം പിന്നാക്ക ജാതിക്കാരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം, ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർക്കൽ. പ്രധാന കൃതി ഗുലാംഗിരി. സത്യശോധക്കാരുടേതാണ് ജ്യോതിറാവ് ഫുലെ. പ്രധാന കൃതി ഗുലാംഗിരി. പത്രം ദീനബന്ധു ആണ് പത്രം. അപ്പോൾ സത്യശോധക് ജ്യോതിറാവ് ഫുലെ 1873 പൂനെയിലാണ്. പ്രധാന കൃതി ഗുലാംഗിരി. അതുപോലെ തന്നെ പത്രം ദീനബന്ധു. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപകൻ മാഡം ബ്ലാവട്സ്കി, കേണൽ ഹെൻറി ഓൾക്കോട്ട്, അല്ലെങ്കിൽ ബ്ലാവട്സ്കിയും ഓൾക്കോട്ട് ഇങ്ങനെ വിളിച്ചാലും മതി. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവട്സ്കിയും കേണൽ ഹെൻറി ഓൾക്കോട്ടുമാണ്. സ്ഥാപിച്ചത് 1875. നോക്കുക, 1875 ആര്യസമാജം, അലിഗഡ് പ്രസ്ഥാനം, ഇതെല്ലാം 1875 കൂടെ തിയോസഫിക്കൽ സൊസൈറ്റിയും. ഇത് ന്യൂയോർക്കിലാണ്. ഇന്ത്യയിലെ ആസ്ഥാനം അടയാർ, മദ്രാസ്, 2 സ്ഥലമുണ്ട്. അടയാർ, മദ്രാസിലാണ് ഇന്ത്യയിലെ ആസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന നേതാവ് ആനി ബസന്റ്. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയിലെ ഇന്ത്യയിലെ പ്രധാന നേതാവ് ആരാന്ന് വെച്ചാൽ ആനി ബസന്റ് ആണ്. മലബാറിൽ മഞ്ചേരി രാമയ്യരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന സ്ഥാപകർ ബ്ലാവുഡ്സ്കിയും അതുപോലെ തന്നെ കേണൽ ഹെൻറി ഓൾക്കോട്ടുമാണ്. 1875 ന്യൂയോർക്കിൽ. ഇന്ത്യയിലെ ആസ്ഥാനം അടയാറും മദ്രാസും. ഇന്ത്യയിലാണെങ്കിൽ ആരാണ്? ആനി ബസന്റ് ആണ്. മലബാറിലാണെങ്കിൽ മഞ്ചേരി രാമയ്യരാണ്. അപ്പോൾ ഇത്രയും പ്രസ്ഥാനങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്, ആര്യസമാജം, ദയാനന്ദ സരസ്വതി, അലിഗഡ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തത്വബോധിനി, അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, സത്യശോധക് ജ്യോതിറാവ് ഫുലെ, അങ്ങനെ ഇത്രയും ഈ ഒരു 8 പ്രസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക, പോസ് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. അടുത്തത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ പ്രസ്ഥാനങ്ങളും സ്ഥാപകനും വർഷങ്ങളും ഉണ്ടായിരിക്കും. ഇതിൻ്റെ റിവിഷൻ വീണ്ടും അടുത്ത പാർട്ട് 2 ഉണ്ടായിരിക്കും. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും